ഹായ്! ഇത് ഇന്നലത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഒരു ഫുഡ് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. പ്രിപ്പറേഷൻ ചെറുതായിട്ട് തന്നെ നാക്കൊന്ന് ഒടക്കണുണ്ട് ട്ടാ. ബിരിയാണി പോണ്ടാത്തോണ്ട് തന്നെ അമ്മോട് ഞാൻ രാവിലെ എഴുന്നേൽക്കണ്ട, ഞാൻ എഴുന്നേറ്റ് ഇണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ ചായക്ക് വേണ്ടിയിട്ട് പുട്ടാണ് ട്ടോ ഉണ്ടാക്കുന്നത്. പുട്ട് എനിക്ക് ശുക്രന് അത്ര പിടുത്തമില്ലെങ്കിൽ പോലും എളുപ്പപ്പണിയായോണ്ട് പുട്ടിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാ. പുട്ടിന് കറിക്ക് പകരം നമ്മൾ പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതുമാണ് ട്ടോ ഉണ്ടാക്കിയേക്കണത്. പിന്നെ ഇന്നലെ അച്ചായി മീൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ട്ടാ. അമ്മയുടെ കൈ പാടില്ലാത്തോണ്ട് ഞാനാണ് മീൻ വെട്ടണത്. ഏകദേശം 4 വർഷമായിട്ടാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അതിൽ 2ഓ 3ഓ പ്രാവശ്യം മാത്രമേ ഞാൻ മീൻ വെട്ടിയിട്ടുള്ളൂ. അത് എനിക്കതുകൊണ്ട് തന്നെ ഇപ്പൊ അത്ര പിടുത്തമില്ല ട്ടോ മീൻ വെട്ടാനായിട്ട്. അമ്മയാണെങ്കിൽ ശടപടയെന്നും പറഞ്ഞ് മീനായിട്ട് ഇപ്പൊ വെട്ടി അകത്ത് കയറിയേനേട്ടാ. ഞാൻ മീനെ അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വിളിച്ച് മീനുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ അതിനെ കൊല്ലാക്കൊല കൊന്ന് ഒരു വിധത്തിൽ കഴുകി പെറുക്കിയെടുത്ത് അകത്ത് കയറിയിട്ടുണ്ടേ. പിന്നെ പെട്ടെന്ന് തന്നെ മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മുളകിട്ടാണ് ട്ടോ മീൻകറി വെക്കണത്. തേങ്ങ അരച്ച് വെക്കണത് ഞാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് മീൻ എടുത്തിട്ട് ഉള്ളിയൊക്കെ അരച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് നേരം അത് മുളക് പിടിക്കാൻ വേണ്ടി വെച്ചേ. അപ്പൊ ആ സമയത്ത് മീൻ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെച്ചു. മീൻ തിളയ്ക്കണ സമയം കൊണ്ട് നമ്മൾ മീൻ വറക്കാനുള്ള ചട്ടിയൊക്കെ ചൂടാക്കിയെടുത്ത് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ മീൻ വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ട്ടോ. മീൻ വറക്കുമ്പോൾ ശീ എന്ന് പറഞ്ഞ ഒച്ച അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേൾക്കാനായിട്ടും. പിന്നെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് രാവിലെ അമ്മ കുറച്ച് പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പയറിനായിട്ടുള്ള വെളുത്തുള്ളിയുള്ള ഉള്ളിയൊക്കെ ചതച്ചെടുത്ത് പയറ് മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ട്ടോ. അപ്പൊ 3 കറിയാണ് ട്ടോ ഇന്ന് നമുക്ക് ചോറിനായിട്ടുള്ളത്. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ, സീ യു.